ഹായ് ഓൾ. ഇപ്പോൾ നമ്മളിന്ന് 25-100ൻ്റെ കോൾ ഓപ്ഷനാണ് ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റ് അപ്പ് സൈഡ് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,975 ആണ്. ഞാൻ വാച്ച് ചെയ്തേക്കുന്നത് 25-100ൻ്റെ ആണ്. ബാങ്ക് നിഫ്റ്റി ആയാലും ഇപ്പോൾ 51,233 റേഞ്ചിലാണ്. എന്തായാലും ഇപ്പോൾ 71.80യിലാണ് 25-100ൻ്റെ കോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ച പോലെ മാർക്കറ്റിൽ നീങ്ങുവാണെങ്കിൽ നമുക്കൊരു 100 റുപ്പീസിലോട്ടൊക്കെ ഈ ഓപ്ഷൻ്റെ പ്രീമിയം പോകുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ആസ് യൂഷ്വൽ ഞാൻ ഇന്നും ഒരു ഓൾമോസ്റ്റ് 1,10,000 ആ റേഞ്ചാണ് മേടിക്കാൻ പോകുന്നത്. ഇപ്പോൾ എന്തായാലും 60 ലോസ് ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഓൾമോസ്റ്റ് 1,07,000 വേണം നമുക്ക് ഈ ട്രേഡിന്. ക്യാപിറ്റലായിട്ട് ഞാൻ അത്രയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രൈസ് 72.40 ആ റേഞ്ചിലാണ്. 70.80 ബിലോ 71 വരുമ്പോൾ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും 72.85 ആ റേഞ്ചിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. 73 പോയിട്ടുണ്ട്. 71 വരുമ്പോൾ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യും. നമുക്കിവിടെ ക്യാപിറ്റൽ വേണ്ടത് ഓൾമോസ്റ്റ് 1,08,000 റേഞ്ചാണ്. നമ്മുടെ ടോട്ടൽ ചാർജസ് ഇതിനകത്ത് കാണിക്കുന്നത് ഇപ്പോൾ 90 ആണ്. അത് വൺ സൈഡ് ബൈ ചെയ്യുമ്പോൾ സെല്ല് ചെയ്യുമ്പോൾ പിന്നെയും 90 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതിൽ കൂടുതലുണ്ടാവും ചിലപ്പോൾ. എന്തായാലും ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട് 70.90. ഇപ്പോൾ നമുക്ക് ലോസ് ചെറിയൊരു ലാഭത്തിലാണ്. ഒരു 1,200 റുപ്പീസൊക്കെ നമുക്ക് ലാഭമുണ്ട്. ഇപ്പോൾ എന്തായാലും അതിൻ്റെ ടാർഗറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഓൾമോസ്റ്റ് 10,000 മുകളിൽ പ്രോഫിറ്റ് പോകാനുള്ളൊരു ട്രേഡ് ഉണ്ട് ഇത്. പക്ഷേ ഡൗൺ സൈഡ് പോയാലും നല്ല റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ ട്രേഡ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായ എനിക്ക് ഓൾമോസ്റ്റ് 50,000 റുപ്പീസ് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. 15 അല്ലെങ്കിൽ 14,000 റുപ്പീസ്. ഇത് കുറച്ച് റിസ്കി ട്രേഡാണ്. നമ്മൾ മേടിച്ചിരിക്കുന്നത് 70.90യിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 66.30 ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 10,000 റുപ്പീസ് നമുക്ക് ലോസ് ഉണ്ട്. 5 രൂപ കുറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 10,000 റുപ്പീസ് ലോസ് വന്നു. നമുക്ക് ഓൾമോസ്റ്റ് 50,000 മേളിൽ ലോസ് പോവും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായ. കുറച്ച് റിസ്കി ട്രേഡാണ്. പിന്നെ എനിക്കത് അപ്പ് സൈഡ് പോകുന്ന അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇത്ര താഴ്ത്തി വെച്ച് ഹിറ്റാവില്ല എന്ന് വിചാരിച്ചിട്ട്. ഇതിന് മുന്നേ ഞാൻ നേരത്തെ നമ്മൾ പ്രൈസ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5,000-6,000 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ പണ്ടേ ഹിറ്റായിട്ട് ഞാൻ എക്സിറ്റ് ആവേണ്ടി വന്നേനെ. ഈ പ്രാവശ്യം ഞാൻ പ്രൈസ് അല്ല ആക്ച്വലി സ്റ്റോപ്പ് ലോസ് ആയിട്ട് വച്ചേക്കുന്നത്. എൻ്റെ ഒരു ലെവലുണ്ട് 58.50. ആ റേഞ്ചിൽ വന്നതാണെങ്കിൽ ഞാൻ എക്സിറ്റ് ആവാനാണ് ഇരിക്കുന്നത്. ഞാൻ ഈ പ്രാവശ്യം പ്രൈസ് അല്ല വച്ചേക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്നാലും ഇപ്പോൾ 7,000 റുപ്പീസ് ലോസാണ്. ഓൾമോസ്റ്റ് 10,000 റുപ്പീസിലോട്ടൊക്കെ ലോസ് പോയിരുന്നു. 66.15 റേഞ്ച് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ട്രേഡ് തുടങ്ങിയപ്പോൾ 24,975 ട്രേഡ് ചെയ്തത്. അപ്പോൾ 71 റുപ്പീസായിരുന്നു ഈ ഓപ്ഷൻ. മാർക്കറ്റ് നിഫ്റ്റി പെട്ടെന്ന് ഡൗൺ ആയി 24,967 റേഞ്ചിലോട്ട് ഒരു 10-15 പോയിൻറ്റ് പെട്ടെന്നൊരു ഡൗൺ ആയപ്പോഴാണ് നമ്മുടെ നമ്മുടെ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം കുറഞ്ഞത്. ഇനി നിഫ്റ്റി മേളിലോട്ട് കയറും തോറും നമ്മുടെ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം അപ്സൈഡ് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്തായാലും 24,974 നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് വലിയ ലോസ് ഇല്ല. നമ്മൾ മേടിച്ച ആ ഒരു റേഞ്ചിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. 70.90യിലാണ് മേടിച്ചത്. 70.85 ഉണ്ട്. നമുക്ക് ചെറിയൊരു ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. 200 1,300 ലാഭം പോയിട്ടുണ്ട്. ഇപ്പം നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,983 നമ്മൾ മേടിച്ചപ്പോൾ 24,975 ആയിരുന്നു. ഇപ്പോൾ എന്തായാലും നമുക്ക് 2,600 3,000 രൂപ ലാഭമുണ്ട്. 70യിൽ മേടിച്ചു. ഇപ്പോൾ 73യിലാണ് ട്രേഡ് ചെയ്യുന്നത്. 3 രൂപ കയറിയപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 3,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടായി. എന്തായാലും ഇപ്പോഴും 1,000 റുപ്പീസ് തന്നെയൊക്കെയാണ് പ്രോഫിറ്റ്. എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു 10,000 മേളിലൊക്കെ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ട്രേഡാണ്. എൻ്റെ ഒരു അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് അപ്സൈഡ് പോകുമെന്ന് തോന്നി. എന്തായാലും നിഫ്റ്റി ഇപ്പോഴും 24,978 ആ റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒന്ന് ഡൗൺ ആയപ്പോൾ നമ്മുടെ ലോസ് കൂടി 2-3 പോയിൻറ്റ് കുറഞ്ഞുള്ളൂ. അപ്പോൾ തന്നെ 5,500 നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. 6,500 നഷ്ടം പോയിട്ടുണ്ട്. ഇപ്പോൾ 700, 125, 6,000 റുപ്പീസ്, 5,000 റുപ്പീസൊക്കെ ലോസാണ് നമുക്ക്.
അതിൽ ചെറുതായിട്ട് ഒന്ന് ഡൗൺ ആയാലും ഒരു ബൈ ഉണ്ട് അവിടെ. 24,965 ഒരു ബൈ ഏരിയ ഉള്ളതുകൊണ്ടാണ് ആ റേഞ്ചിൽ വരുമ്പോൾ പിന്നെയും അപ്സൈഡ് പോകുന്നത്. അത് അവിടെ നിന്ന് ബ്രേക്ക് ആവുന്നില്ല. 24,970 ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇതിപ്പോൾ തിരിച്ച് 24,980 പോവാണ്. അതിനനുസരിച്ച് നമ്മുടെ ലോസും കുറഞ്ഞ് വരുന്നുണ്ട്. 70.90 നല്ലൊരു റേഞ്ചായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ ബൈ ചെയ്ത് 25,100 കോള്. ഇപ്പോൾ എന്തായാലും 5,000 ലോസ് തന്നെയാണ്. ഇപ്പോഴും നമുക്ക് 5,000 റുപ്പീസ് ഓൾമോസ്റ്റ് ലോസ് തന്നെയാണ്. 5,625 റുപ്പീസൊക്കെ ലോസാണ്. എന്തായാലും നമ്മുടെ ലോസ് മാറുമോ, പ്രോഫിറ്റ് ആവോ, സ്റ്റോപ്പ് ലോസ് ഹിറ്റാവോ എന്നുള്ളതൊക്കെ നോക്കാം. ഇപ്പോൾ എന്തായാലും 8,500 റുപ്പീസൊക്കെ ലോസ് ഉണ്ട് നമുക്ക്. 8,700, 9,000 റുപ്പീസൊക്കെ ലോസ് ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആയിക്കഴിഞ്ഞാൽ നല്ലൊരു നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താവും അവസ്ഥ നോക്കാം. ഇപ്പോഴും നമുക്ക് 6,500 റുപ്പീസൊക്കെ ലോസാണ്. 6,000, 5,000 റുപ്പീസ് ആ റേഞ്ച് തന്നെ. മാർക്കറ്റ് ഒന്ന് ഡൗൺ വന്നിരുന്നു. അതാ 24,974 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നേരത്തെ 24,980 കട്ട് ചെയ്ത് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫളയിപ്പാണ് നമുക്ക് ഇത്ര ലോസ് വന്നിപ്പോൾ. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ വലിയ മാർക്കറ്റ് ഡൗൺ ആയിട്ടില്ല. കാരണം 24,972 തന്നെ ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ 25,100 കോളിൻ്റെ പ്രീമിയം മാത്രം ഇപ്പോൾ നോക്കാം. 70.90 നമ്മൾ മേടിച്ചത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 67.65 അതിൻ്റെ ലോ വന്നത് 64 6 രൂപ കുറഞ്ഞപ്പോൾ എനിക്ക് 10,000 റുപ്പീസ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കയറി 64 ലോ വന്നത്. ഇപ്പോൾ 67.20 ആ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 6,500, 5,000 റുപ്പീസ്, 4,650 ആ റേഞ്ചിലാണ് ഇപ്പോൾ നമുക്ക് ലോസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്റ്റോപ്പ് ലോസ് എന്തായാലും ഹിറ്റായിട്ടില്ല. സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുമ്പോൾ ഞാൻ എന്തായാലും സ്റ്റോപ്പ് ലോസ് ആക്ച്വലി ഞാൻ വച്ചിട്ടില്ല, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് എക്സിറ്റ് ആവുമായിരിക്കും ചെയ്യുന്നത്. ഇപ്പോഴും നമുക്കൊരു 7,000 റുപ്പീസൊക്കെ ലോസ് തന്നെയാണ്. 6,150 റുപ്പീസ് ലോസാണ്. നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കുറേ അനാലിസിസ് ചെയ്ത് ചാടിക്കറി ട്രേഡ് എടുക്കാതിരിക്കുക. കാരണം ഇതിപ്പോൾ കാലത്ത് ഈ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാലത്ത് മാർക്കറ്റ് നന്നായിട്ട് അപ്പായി. അപ്പോൾ ഇതിൻ്റെ ലോ വന്നത് ഈ 25,100 ക്യാൻഡിൽ നിന്ന് ഓപ്പൺ ചെയ്ത് 40യുടെ താഴെയാണ്. ഹൈ പോയത് 80. അപ്പോൾ തന്നെ ക്യാപിറ്റലിൽ 100% അപ്സൈഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഇവിടെ നിന്നും അപ്സൈഡ് പോകുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ കോൾ ഓപ്ഷൻ എടുത്തത്. ഇപ്പോൾ എന്തായാലും നമുക്ക് 3,000 ലോസ് കുറഞ്ഞ് വരുന്നുണ്ട്. 2,700, 3,000 റുപ്പീസിലോട്ടൊക്കെ നമുക്ക് ലോസ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2,850 ആ റേഞ്ചിൽ തന്നെയാണ് നമ്മുടെ ലോസ് ഇപ്പോഴും. 3,000 റേഞ്ചിലൊക്കെ. എന്തായാലും നമുക്ക് ഒന്ന് വാച്ച് ചെയ്യാം. 3,000 റുപ്പീസിലൊക്കെയാണ് ഇപ്പോഴും ആ ലോസ് നമുക്ക് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 69, 68 റുപ്പീസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ ബ്രേക്ക് ഈവൻ 70.90 നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,980 ഇതിപ്പോൾ നിഫ്റ്റി ഇപ്പോൾ 25,000 അല്ലെങ്കിൽ 25,100 റേഞ്ചിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം ഞാൻ വിചാരിക്കുന്ന പോലെ 108, 100 മുകളിൽ എന്തായാലും നമ്മുടെ പ്രീമിയം പോവും. എന്തായാലും ഞാൻ അത്ര നേരം ഒന്നും ഹോൾഡ് ചെയ്യേണ്ടാവില്ല. കാരണം ഇത്ര ഒരു എമൗണ്ട് ഉള്ളതുകൊണ്ട്, പിന്നെ അത്ര വലിയ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടുമാണ് ഞാൻ അത്ര നേരം ഹോൾഡ് ചെയ്യാത്തത്. കാരണം ചിലപ്പോൾ നമ്മളിപ്പോൾ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഇന്ന് ചിലപ്പോൾ കയറിയെന്ന് വരില്ല. ചിലപ്പോൾ നാളത്തെ കഴിഞ്ഞൊക്കെയായിരിക്കും കയറുന്നത്. ചിലപ്പോൾ ശരിക്കും ഡൗൺ പോയിട്ടായിരിക്കും കയറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 70 മേടിച്ച സാധനം 30 പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് 50% ക്യാപിറ്റൽ ലോസാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 5,000 കാണുന്നിടത്ത് 50,000 ആയിരിക്കും ലോസ് കാണുന്നത്. അപ്പോൾ നമുക്ക് അത്ര ഒരു ലോസ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഇതില്ല. പിന്നെ ഓവർനൈറ്റ് പൊസിഷൻസും ഞാനങ്ങനെ ഹോൾഡ് ചെയ്യാറില്ല. അതുകൊണ്ട് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ എക്സിറ്റ് ആവുക എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ എന്തായാലും 6000 റുപ്പീസ് നമുക്ക് നഷ്ടം തന്നെയാണ്. 5000 ഇത്തിരി കുറഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് നേരമായി ആ ഒരു 3000 8000 ഉള്ളിലൊക്കെ ലോസ് നമുക്ക് തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. കയറി വരുന്നുണ്ട്. മാർക്കറ്റ് നിഫ്റ്റി കുറച്ച് അപ്പാവുമ്പോൾ നമ്മുടെ കോൾ ഓപ്ഷൻ്റെ ഇതും കയറി വരുന്നുണ്ട്. ഇപ്പോൾ 2475 ഉള്ളൂ നമുക്ക് ലോസ്. 1000 ലോസ് കുറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 1000 റുപ്പീസേ നമുക്ക് ലോസ് ഉള്ളൂ. ചെറിയൊരു ബ്രേക്ക് ഈവനായി വരുന്നുണ്ട്. ഇപ്പോൾ 600 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ ആവുന്നുണ്ട്. നമ്മുടെ 75 റുപ്പീസ് -500 -800 റേഞ്ചൊക്കെ ഉള്ളൂ നമുക്ക് ഇപ്പോഴത്തെ ലോസ്. പിന്നെയും ഒന്ന് ഡൗൺ വരുന്നുണ്ട്. -100 350 നമുക്ക് ലോസ് കുറഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോഴും നമുക്ക് ലോസ് ആ ഒരു റേഞ്ച് തന്നെയാണ്, -900 റേഞ്ചിലാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവനായി 150 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട് നമുക്ക്. -600 -525 ചെറിയൊരു ബ്രേക്ക് ഈവൻ ആവും താഴും, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ്. എന്തായാലും നമുക്കിപ്പോൾ പ്രോഫിറ്റായി വരുന്നുണ്ട്. 1000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട്. 1500 ആ ക്യാൻഡിൽ ഇപ്പോൾ മറ്റേ നമ്മുടെ ഇതിന് മുന്നത്തെയുള്ള 30 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിൻ്റെ മുകളിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു 2000 റുപ്പീസ് 4000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട്. എന്തായാലും എൻ്റെ ടാർഗറ്റ് ഒരു 75ലാണ്. ഞാൻ എന്തായാലും എക്സിറ്റ് ആകുമ്പോഴാണ് 6000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ട് 6000ൽ. അപ്പോൾ എന്തായാലും അപ്സൈഡ് പോകുന്നുണ്ട്. എന്നാലും 6000 നല്ലൊരു പ്രോഫിറ്റാണ്. ഞാൻ എന്തായാലും 6000 റുപ്പീസിൽ എക്സിറ്റ് ആയിട്ടുണ്ട്. യെസ്, താങ്ക് യു.